But what would you recommend or advise other entrepreneurs, right? ഇതുപോലുള്ള എല്ലാ കൺസ്ട്രെയിൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് how would you recommend അവരുടെ ഡേ ഇൻ ദ ലൈഫ് എങ്ങനെയായിരിക്കണം? And in terms of, especially in terms of their sleeping patterns and stuff like that, because a lot of them are in different stages of life, right? അതായത് ചിലപ്പോൾ they might be expecting, ചിലപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാവാം, right? They might have, and you have gone through all of that cycle by yourself, right? So അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് entrepreneurshipും ലൈഫും സ്ലീപ്പും, right? What would you tell those people, and how would you encourage them to take everything along rather than choosing between one or the other? I would suggest people to prioritize what they want. ഇപ്പോൾ എനിക്കൊക്കെ see first initially when I started this business, my son was about 2 years old, 2 to 3, between 2 and 3. അപ്പോൾ എനിക്ക് my more of my concentration was on his upbringing rather than concentrating on business then. അപ്പോൾ ഒരു കൊല്ലം അങ്ങനെ പോയി. ആൻഡ് സെക്കൻഡ് ഇയർ നമുക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകണം, ഹയർ ഗുഡ് പീപ്പിൾ. ഇഫ് യു ആർ ഇൻ ബിസിനസ്, ഹയർ ഗുഡ് പീപ്പിൾ ഹു ക്യാൻ റിയലി ഹെൽപ്പ് യു ഔട്ട് ഇൻ യുവർ darker phases. Like for example, I need to go out with my son, or I need to take my son somewhere, or I need to take my son to school. എനിക്ക് ഇവിടെ ഒരാളെ എന്നെ റീപ്ലേസ് ചെയ്യാൻ വേണം. So hiring your staff is more important. എന്താ പറയുക, who can handle in your absence, who are trustworthy. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പ്ലസ് if you can't really concentrate technically, like ഇപ്പൊ ടൈലേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ എന്റെ കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, എന്റെ ബിസിനസ്സിലാണ് ഞാൻ പറയുന്നത്, ടൈലേഴ്സ് ആവട്ടെ, കട്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ whoever is doing the other work, embroidery or beads, zardozi, ആരെങ്കിലും ആവട്ടെ, don't hire anybody who are new to the field, because അവർക്ക് കൈ വഴങ്ങില്ല പെട്ടെന്ന്. So all these matters on a technical side. Personal frontal നോക്കുകയാണെങ്കിൽ prioritize your time in such a way that you give time for yourself too. It's not only about you taking care of your son, your children, your spouse. അത് മാത്രമല്ല, you really need to take care of yourself also. You need to eat good food. ജങ്ക് എന്നല്ല ഞാൻ ഉദ്ദേശിക്കണ, good food, whatever is whatever you have. അതിന്റെ ഇടയ്ക്ക് ഒരു ജങ്ക് കഴിക്കണോന്നും കുഴപ്പമൊന്നുമില്ല, because I also eat quite a lot of, not a lot, but I also eat junk food. അപ്പോൾ നല്ല ഫുഡ് കഴിക്കുക. നമുക്ക് കുറേയൊക്കെ നല്ല ഫുഡ്, നല്ല മ്യൂസിക്, നല്ല ഇതൊക്കെ കേട്ടാൽ തന്നെ, അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ഹാപ്പിയർ ആവും ആക്ച്വലി. പിന്നെ ചിലപ്പോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ദാറ്റ്സ് വാട്ട് ഐ സെഡ്, ടേക്ക് ടൈം ഫോർ യുവർ സെൽഫ്. പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ചിലപ്പോ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയെന്ന് വരില്ല. എക്സാമ്പിൾ, എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, I have learned music for maybe 8 years or so in my childhood. പക്ഷെ പിന്നെ അത് ഞാൻ വിട്ടു. And I have learned guitar also, which I have forgotten. പാടാറുമില്ല, ഒന്നുമില്ല. Recently, like I was thinking, why not? I started again. നല്ല പോലെ I downloaded Mule, I downloaded Star Maker, and then I started singing. സിംഗിങ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ എ വെരി, എനിക്കറിയാം എനിക്ക് ഇപ്പൊ ഒന്നും പാടാൻ പറ്റുന്നില്ല എന്നറിയാം. എന്താ പറയാ, അപാര പോക്ക് സിംഗിങ് ആണെന്ന് അറിയില്ലേ, പത്തറ്റിക് സിംഗിങ്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മൈ ഹാപ്പിനെസ്. ഐ ഡു ദാറ്റ് ഫോർ മൈ ഹാപ്പിനെസ്. പലരും വീട്ടിലൊക്കെ ചിലപ്പോൾ കളിയാക്കലൊക്കെ കിട്ടുമായിരിക്കും, കിട്ടട്ടെ, കളിയാക്കിക്കോട്ടെ, സോ വാട്ട്, ഇറ്റ് ഇസ് മൈ പാഷൻ. ഐ ലൈക്ക് ദാറ്റ് സോങ്, ഐ എം ട്രൈങ് ടു സിംഗ് ദാറ്റ്. അങ്ങനെ ചെയ്യാം. ആൻഡ് I mean 3-4 years back my passion was into cooking. അപ്പൊ ഈ കുക്കിംഗ് ഇപ്പൊ നമുക്ക് കൊറോണ ടൈം ഒക്കെ വന്നു, ആൻഡ് ബിസിനസ് വാസ് ഡൾ. അപ്പൊ ആ സമയത്ത് I used to cook earlier, but not much elaborate cooking and all. കുക്കിംഗ്, ബേക്കിംഗ്, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങള്, പുതിയ പുതിയ ഫ്രണ്ട്സ്, കുറെ ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് കുക്കിംഗ് ഇതില്. കുറെ ഫ്രണ്ട്സിനെ കിട്ടി, who all are from different backgrounds, different places. കേരളത്തിൽ നിന്നും അല്ല, പല സ്ഥലത്തു നിന്നും കുറെ ഫ്രണ്ട്സിനെ കിട്ടി. സ്റ്റിൽ ഇൻ ടച്ച് വിത്ത് ഓൾ ഓഫ് ദം. പിന്നെ നമ്മുടെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കണക്ട് ചെയ്യുക. ദീസ് ആർ ഓൾ ടൈം ഫോർ യുവർ സെൽഫ്.
അവ അത് ചെയ്യണം. പ്ലസ് you have to handle your business in the way that I told you. കുറച്ച് നല്ല എക്സ്പേർട്ട് ആൾക്കാരെ വെക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും. ഈ സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ നമുക്ക് സമാധാനം കൊടുക്കാൻ പറ്റും. നമ്മൾ സമാധാനമായാലേ നമുക്കത് കൊടുക്കാൻ പറ്റൂ. അപ്പൊ ഇറ്റ്സ് റെസിപ്രോക്കേറ്റീവ് തിങ്. സോ അതൊക്കെയാണ് എന്റെ തോട്ട് പ്രോസസ് ഇൻ ദാറ്റ് വേ.